ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരാളെ സ്നേഹിക്കുക എന്നതിനർത്ഥം അവരെ നിങ്ങളുടെ മുൻഗണനാ പട്ടികയിൽ, അതായത് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവരുടെ ശാരീരിക ഗുണങ്ങൾക്കപ്പുറം നിങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ അടുപ്പം ശാരീരികവും വൈകാരികവും ഭൗതികവും ആത്മീയവും സൃഷ്ടിപരവും എല്ലാമാണ്. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് സന്തോഷം നൽകുകയും അവരോടൊപ്പം സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കൂടാതെ നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് നിങ്ങളെ കൂടുതൽ ഉദാരമതിയും സഹാനുഭൂതിയും പങ്കാളിയോട് നന്ദിയുള്ള ഒരു വ്യക്തിയും എല്ലാം ആക്കി തീർക്കുന്നു. സൈക്കോളജിസ്റ്റായ മെർട്ട് ഷെക്കറിന്റെ അഭിപ്രായത്തിൽ ഒരാളെ സ്നേഹിക്കുക എന്നാൽ ആഴത്തിലുള്ള വൈകാരികവും മാനസികവും ശാരീരികവുമായ ഒരു ബന്ധം രൂപപ്പെടുത്തുക എന്നതാണ്. പരസ്പര വിശ്വാസം, ധാരണ, വിശ്വസ്തത, ബഹുമാനം എന്നിവയിലാണ് ഈ പ്രതിബദ്ധത കെട്ടിപ്പടുക്കുന്നത്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമത ലഭിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തെ വിലമതിക്കുകയും സഹാനുഭൂതി കാണിക്കാനും എല്ലാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹം നമുക്ക് തനിയെ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ലേ? ഒരാളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാനൊക്കെ കഴിയുമോ? അങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? പ്രണയത്തിലാകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് തോന്നും. അതങ്ങ് ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എല്ലാം എത്താൻ ആ വ്യക്തിയെ പ്രത്യേകമായിട്ട് തോന്നിപ്പിക്കാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരാളെ എങ്ങനെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു അതുല്യമായിട്ടുള്ള ഒരു ബന്ധം പങ്കിടുന്നു. നിങ്ങളുടെ ആ ഹൃദയംഗമമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ചില മാർഗങ്ങൾ ഉണ്ടാക്കാം. എന്നിരുന്നാലും സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കുറച്ചുകൂടി മികച്ചതായി സ്നേഹിക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകുമെന്ന് കരുതുന്നു. സ്നേഹം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെ സ്നേഹിക്കപ്പെടണം അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കണം, അതെല്ലാം പലരുടെ ഉള്ളിലും പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മളെ പലരും കരുതുന്നുണ്ട് നമ്മൾ കാണിക്കുന്നതാണ് സ്നേഹം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. ശരിക്കും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് അറിയുക തന്നെ വേണം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള എല്ലാവരുടെയും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ആ സാധ്യതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് വഴികളുണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് കാര്യം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നതാണ്. അതായത് നമ്മൾ അവരെ കേൾക്കാനായിട്ട് പഠിക്കുക. നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആ ഒരു ആകാശം അവിടെ തുറക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ അവരെ കേൾക്കപ്പെടണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് മാക്സിമം ശ്രദ്ധ കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധയോടെ കാത്തിരിക്കുക. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വിധിക്കരുത്. നിങ്ങളുടെ പങ്കാളിയോട് മനസ്സിലാക്കലും. അത്തരത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹം, അതിൽ നിന്ന് മാത്രമേ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എളുപ്പത്തിൽ ക്ഷമിക്കുക. നിങ്ങൾ വളരെ കാലമായിട്ട് ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ സാധിക്കുകയില്ല. അതായത് മനസ്സ് തുറന്ന് ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ കോപമോ നീരസമോ എന്തെങ്കിലും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങൾ ആ വ്യക്തിയെ തടയുക തന്നെയാണ് ചെയ്യുന്നത്. സ്നേഹിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായും ഇത് മാറാം. ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് അവരോട് എളുപ്പത്തിൽ ക്ഷമിക്കുവാനും അവരുടെ കൂടെ മുന്നോട്ട് പോകാനും കഴിയുക എന്നതുകൂടിയാണ്. അടുത്ത പോയിന്റ്, അവരെ വിശ്വസിക്കുക. ഇത് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന സമ്മാനമാണ്. അവർക്ക് അത് സ്വയം കാണാൻ കഴിയാത്തപ്പോൾ അവരുടെ മൂല്യം കാണിക്കാൻ നമ്മൾ അവിടെ തന്നെയുണ്ട്, അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയും അവരിലുള്ള വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രവൃത്തികളുടെ നന്മ നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് ഓർമ്മിക്കുക. അടുത്ത പോയിന്റ്, വിശ്വസ്തത പുലർത്തുക എന്നതാണ്. ജീവിത പങ്കാളികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരാണ് ശരിയായ ഒരു പങ്കാളി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും വിശ്വസ്തരും പിന്തുണയും എല്ലാം ഉള്ളവരായിരിക്കുക. ഒരു വഞ്ചനയോ അവിശ്വസ്തതയോ നിങ്ങളുടെ ബന്ധത്തെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ തന്നെ നശിപ്പിച്ചേക്കാം.
അത് പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആവുകയുമില്ല. എല്ലാത്തരം ബന്ധങ്ങളിലും വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വസ്തത വിശ്വാസത്തിന്റെ അടിത്തറയായി മാറുകയും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആ ഒരു സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇത് പ്രണയബന്ധങ്ങളിൽ പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവരോട് പറയാൻ സാധിക്കുകയാണെങ്കിൽ അത് പറയുക. വൈകാരികമായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ തുറന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നത്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ജസ്റ്റ് ഒരു 3 വേർഡ്സ് ആണ്, ഐ ലവ് യു. അങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ മറിച്ച് നമ്മുടെ പങ്കാളിയുടെ ഉള്ളിൽ വളരെ വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ ആ ആത്മബന്ധം കൂട്ടാനായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം കൂട്ടാനായിട്ടും ഈ ചെറിയൊരു വാക്ക് ഒരുപാട് യൂസ് ആകുമെന്നത് ഓർക്കുക. നിങ്ങളുടെ സ്നേഹം വളർത്തിയെടുക്കാൻ അത് ഉപയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പറയുക. നേരിട്ടോ അല്ലെങ്കിൽ സന്ദേശങ്ങളിലൂടെയോ, നേരിട്ടോ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയോ അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയോ എല്ലാം തുറന്ന് പറയുക. നിങ്ങളുടെ ബന്ധത്തിലെ ആ മാന്ത്രികമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുക. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നതും സ്വാഭാവികമാണ്. നിങ്ങളുടെ തെറ്റായിട്ടുള്ള പെരുമാറ്റത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് എന്നത് സമ്മതിക്കുക, അംഗീകരിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ അവിടെ കുറഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്നോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ആ വ്യക്തിയെയും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരും അത്തരത്തിൽ അവരുടെ തെറ്റുകൾ അംഗീകരിക്കുകയും അതുപോലെ പരസ്പരം ഒരു ധാരണയിലും ഐക്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കൂടാതെ കാലക്രമേണ നിങ്ങളുടെ ബന്ധം നല്ലൊരു ആരോഗ്യകരമായ ഒരു ബന്ധത്തിലേക്ക് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ക്ഷമാപണം നടത്തുക. പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് ക്ഷമിക്കണം എന്നത്. ഇത് പലർക്കും ഒരു രീതിയിലും പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് ഇത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒന്നാണ് എന്നതാണ്. ഒരു സോറി പറയുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരാളെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത്. നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കുന്നതിനോടൊപ്പം അവരോട് ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ പിന്നീട് ആ തെറ്റ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അവർ എങ്ങനെയുള്ള വ്യക്തിയാണ്, അതായത് നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയുള്ള വ്യക്തിയാണോ അങ്ങനെ തന്നെ കണ്ട് അവരെ സ്നേഹിക്കുക. ഒരാളെ അവരെങ്ങനെയായിരിക്കുന്നോ ആ രീതിയിൽ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിലും മികച്ചതായിട്ട് മറ്റൊന്നുമില്ല. ഇതിലും മനോഹരമായിട്ട് ഒരു വ്യക്തിയെ നമ്മൾക്ക് സ്നേഹിക്കാനേ സാധിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ അവരെ അംഗീകരിക്കുകയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രിയപ്പെട്ട വ്യക്തിക്ക് ഏറ്റവും മികച്ച രീതിയിൽ വളരാനും മികച്ചൊരു വ്യക്തി ആകാനായിട്ടുള്ള ഇടമാണ് നമ്മൾ നൽകുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. പ്രണയത്തിനായിട്ട് സമയം കണ്ടെത്തുക. ഏതൊരു ബന്ധത്തിന്റെയും സത്തയാണ് പ്രണയം. അഭിനിവേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാധ്യമാകുമ്പോഴെല്ലാം ആ പ്രണയവികാരങ്ങൾ വളർത്തിയെടുക്കാനും ശ്രദ്ധിക്കുക. ഒരു സാധാരണ സൗഹൃദത്തിൽ നിന്ന് ആഴത്തിലുള്ള ഒരു ബന്ധത്തെ വ്യത്യസ്തമാക്കുന്നത് പ്രണയമാണെന്ന് ഓർമ്മിക്കുക. കാരണം അത്തരത്തിലുള്ള സൗഹൃദപരമായ ബന്ധങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ പ്രണയബന്ധം അത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതും വളരെ ആഴത്തിലുള്ള ഒരു പ്രണയബന്ധം അത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ പ്രണയം ഒഴിവാക്കണം എന്നതില്ല. അവിടെ നമ്മൾ പ്രണയം പ്രകടിപ്പിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. പ്രണയം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. നിരുപാധികമായിട്ട് സ്നേഹിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹം ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ സ്നേഹം ഒഴുകി വരുന്ന ഒരു തരത്തിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു കണക്കുകൂട്ടലുകൾ ഉണ്ട്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കണക്കുകൂട്ടലുകളോട് കൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിക്കപ്പെടാനോ സാധിക്കുകയില്ല. അതായത് ആ വ്യക്തി ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്നേഹം ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരിങ്ങനെയായിരിക്കണം തിരിച്ചെന്നോട്, അത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടേതെങ്കിൽ ഒരിക്കലും ആ സ്നേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. അതുപോലെ നല്ല രീതിയിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കുകയില്ല. അത് വളരെ തുറന്ന ഒരു സ്നേഹമായിരിക്കണം. അതായത് കൂടുതലൊന്നും ആലോചിക്കാതെ
കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്നേഹമായിരിക്കണം. അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കുക, പറയുക. പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്, ഒരാളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന്. ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുകയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രണയത്തിലാവുമ്പോൾ സത്യസന്ധതയും പ്രതിബദ്ധതയുമാണ് അടിസ്ഥാന ഘടകങ്ങളായിട്ട് വരുന്നത്. ഒരു തരത്തിലുള്ള ഭാവഭേദവും കാണിക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുക. ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവരാണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി. ഒരു മിറർ പോലെ നമ്മൾ നമ്മളെ കാണുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ വികാരങ്ങൾ അവരോട് പ്രകടിപ്പിക്കാം. അങ്ങനെ നമ്മളെ കണ്ടറിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ട്ണറെങ്കിൽ കൂടെ അതിലും മികച്ചതായിട്ട് മറ്റൊന്നില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവരെ പലപ്പോഴും അത്ഭുതപ്പെടുത്താനാണ് പറയുന്നത്. അതായത് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു മികച്ച കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്രമാത്രം അവർക്ക് നിങ്ങളൊരു കരുതൽ കൊടുക്കുന്നുവെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് ഇത്തരത്തിലുള്ള സർപ്രൈസുകളും സമ്മാനങ്ങളും എല്ലാം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ആ സ്നേഹം നൽകുമ്പോൾ ആഴത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. ഒരാളെ എങ്ങനെ സ്നേഹിക്കാം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എന്നാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രവൃത്തികളിൽ കൊണ്ടുവരാനാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യവുമാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഒരുമിച്ച് സന്തോഷങ്ങൾ പങ്കിടുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരാളോടൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവരുമായി ഏറ്റവും അടുപ്പമുള്ളതായിട്ട് അനുഭവപ്പെടും. ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കുമ്പോൾ നല്ലൊരു സന്തോഷം, നല്ലൊരു ചിരി ഉണ്ടായിരിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് മസിൽ പിടിച്ചിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ തമാശയാവാം, കുറച്ചധികം എല്ലാം തമാശയാകാം, കളിചിരികളാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നിങ്ങൾക്ക് വിശ്രമവും സന്തോഷവും എല്ലാം അനുഭവിക്കാൻ തോന്നുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള കളിചിരികൾ അനിവാര്യമാണ്. ചിരി സമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങളുടെ ബന്ധങ്ങളിലെ ആ ഒരു പ്രകാശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ബന്ധത്തിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും കൂടുതൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. രസകരമായിട്ടുള്ള ഓർമ്മകളും അതുപോലെ തന്നെ അത്തരത്തിലെ നർമ്മ നിമിഷങ്ങളും എല്ലാം പങ്കാളികൾക്കിടയിൽ ഒരു പ്രത്യേക ബന്ധം സൃഷ്ടിക്കുകയും ബന്ധത്തിന്റെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡ് തകർക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. വിട്ടുവീഴ്ചയാണ്. ഒരു ബന്ധത്തിൽ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിട്ടുവീഴ്ച. നിങ്ങളുടെ ആ ഷാഢ്യമായിട്ടുള്ള ഒരു മനോഭാവം അത് മറക്കുക, അത് മാറ്റിവെക്കുക, അതിന് മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിട്ടുവീഴ്ച തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരുമിച്ചുള്ള കാര്യങ്ങൾ, ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ചകൾ അനിവാര്യമായിട്ടുള്ള ആത്മസ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവർക്ക് ഒരിടം നൽകുക. ഒരാളെ ആഴത്തിൽ സ്നേഹിക്കാനുള്ള മാർഗങ്ങളിൽ മികച്ചൊരു മാർഗമാണിത്. അവർക്കൊരിടം നൽകുക എന്നത്. പലപ്പോഴും പങ്കാളികൾ പരസ്പരം അന്യോന്യം എന്തെങ്കിലും ഒരു രീതിയിൽ കുറവ് കണ്ട് അല്ലെങ്കിൽ കുറച്ച് കാണുന്ന ഒരു രീതിയുണ്ട്. ദമ്പതികളിൽ പലപ്പോഴും പരസ്പരം ഇത്തരം ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് ഒരിടം നൽകുകയാണെങ്കിൽ അത് പങ്കാളിക്ക് വളരാനും അതുപോലെ തന്നെ ചിന്തിക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതിനവരെ പ്രാപ്തരാക്കും എന്നതാണ്. അനാവശ്യമായിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവരെ ഗൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് അവരെ അനുവദിക്കുക, അവർക്ക് അതിനു വേണ്ടി ഒരു ഇടം നൽകുക. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അവരോട് മോശമായിട്ട് പെരുമാറുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ അവരെ അനാദരിക്കുകയോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയോ ചെയ്യണമെന്ന് ഇതിനർത്ഥമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതി ഒരിക്കലും അവരെ ബഹുമാനിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ ആ ആശയത്തെ ബഹുമാനിക്കാതിരിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്താം. നല്ല രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാം. ഒരാളെ ആഴത്തിൽ സ്നേഹിക്കാനും ആവശ്യമുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനും പങ്കാളിയുമായിട്ട് സംസാരിക്കുമ്പോൾ സത്യസന്ധതയും തുറന്ന മനസ്സ് പുലർത്താനും കാണിക്കുന്ന ആ ഒരു മനോഭാവം എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ്.
നല്ല രീതിയിൽ സ്നേഹിക്കാനുള്ള ഒരു മാർഗവുമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഭാരം പങ്കിടുക എന്നതാണ് പറയുന്നത്. വളരെ ലളിതമായൊരു കാര്യമാണ്. അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്തെല്ലാം സഹായം വാഗ്ദാനം ചെയ്യുക. നിങ്ങളുടെ പങ്കാളി ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ലാത്തൊരു രീതിയിൽ ജോലിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകാം. അത് അവർക്ക് ഒരു കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടാവാം. അവർ ഭയങ്കര ഒരു സ്ട്രെസ്സിലായിരിക്കാം. അതിനാൽ നിങ്ങൾ രണ്ടുപേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ അതിനു വേണ്ടിയുള്ള സഹായം വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്തു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു മികച്ച കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ആരോഗ്യകരമായ ബന്ധം ഇതിലൂടെ നിങ്ങൾക്ക് പടുത്തുയർത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ അത് പങ്കിടുക. ശരിക്കും ഒരു ബന്ധം നിലനിർത്താൻ രണ്ടു പേർക്ക് തമ്മിൽ പൊതുവായിട്ടുള്ള കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പങ്കാളികളാകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഹോബികൾ നിങ്ങൾ കണ്ടെത്തണം. ഇത് നിങ്ങളുടെ ആ ഒരു സംഭാഷണങ്ങൾ മെച്ചപ്പെടുത്തുകയും പരസ്പരം നന്നായിട്ട് അറിയാനായിട്ട് സഹായിക്കുകയും അതുവഴി ശക്തമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവരെ അഭിനന്ദിക്കുക. ഒരാളോട് സ്നേഹം പറയുക എന്നാൽ അവരോട് പോസിറ്റീവും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കുക എന്നതുകൂടിയാണ്. നിങ്ങളുടെ പങ്കാളിയെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിനന്ദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് അവരുടെ വസ്ത്രധാരണ രീതിയോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയോ എന്തു തന്നെയാണെങ്കിലും ആകാം. അവർ തീർച്ചയായും നല്ലൊരു രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റം കൊണ്ടുവരും. ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങൾ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഒരു നല്ല ആശയവിനിമയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ്. നല്ലതും അതുപോലെ തന്നെ ആത്മാർത്ഥവുമായ അഭിനന്ദനങ്ങൾ പങ്കാളിയെ വിലമതിക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുന്നതിലൂടെ ആത്മാഭിമാനവും വർദ്ധിപ്പിക്കും. പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തുന്നതിലൂടെ പ്രണയബന്ധങ്ങളിൽ അഭിനിവേശവും അടുപ്പവും വർദ്ധിപ്പിക്കാൻ അവയ്ക്ക് കഴിയും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എന്താണ് ചോദിക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി പറയാതെ തന്നെ അവരോടുള്ള ആത്മബന്ധം കൊണ്ടും അവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ ആഴം കൊണ്ടും അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്കും നിങ്ങളോട് എളുപ്പത്തിലും മടി കൂടാതെയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനും കഴിയും. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫാന്റസിയും അതുപോലെ തന്നെ ലൈംഗിക ബന്ധവും. ഇത് രണ്ടും ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാന്റസി രണ്ടുപേർക്കും രണ്ട് രീതിയിലായിരിക്കും. അത് മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ഫാന്റസികൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് നിൽക്കാനായിട്ട് അതിനുവേണ്ടി ചെറിയൊരു ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ സംസാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സ്പർശനങ്ങളിലൂടെയോ എല്ലാം നിങ്ങളുടെ ആ ഒരു സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതുവഴിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ ആഴത്തിലുള്ളതാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ശരിക്കും ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ സ്നേഹിക്കാൻ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു. സ്നേഹം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് തന്നെയാണ് സംശയം. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിലെല്ലാം ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു രീതിയിലും മോശമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയില്ല എന്നത് എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ആഴത്തിലുള്ളൊരു ബന്ധമാക്കി മാറ്റാനും അത് നിങ്ങൾക്ക് സഹായമാകട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു.